ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഗൈസ്? ഓക്കെ ഓക്കെ ഓക്കെ, ഇന്നധികം സംസാരമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ ക്ലാസ്സിലായിരിക്കുന്നത് ഗൈസ്, അതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റൂല. ക്ലാസ്സിലിരുന്ന് ബോറടിച്ചപ്പോൾ ലൈവ് വന്നതാ. ഞാൻ നേരത്തെ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഡോളിൻ്റെ മമ്മി പിടിക്കും. പുള്ളിക്കാർ ടി വി കാണുമ്പോൾ എൻ്റെ ലൈവ് പൊന്തി വന്നു കഴിഞ്ഞാൽ വന്ന് ചോദിക്കും, നീ എന്താണ് അവിടെ നിന്ന് ചെയ്യണത്? അതുകൊണ്ട് ഞാൻ നൈസിനെ യൂട്യൂബ് ഓഫാക്കി. ഞാൻ അറിയാണ്ട് ഇട്ടുപോയതാ യൂട്യൂബിൽ. എന്നിട്ട് ഞാനിപ്പോൾ കിക്കിൽ വന്നു. ഇവിടെ ആകുമ്പോൾ എന്തായാലും ആരും കാണൂല, അതുകൊണ്ടൊരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഭയങ്കര ബോറടി. ഈ മണ്ടൻ എന്തൊക്കെയാ പറയുന്നത്. ഇവൻ ഇറ്റലിക്കാരൻ എന്തോണ് ഇവൻ്റെ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രേക്കാണ്, ഒരു 10 മിനിറ്റ്. ഇവൻ വന്നിട്ട് ഇവൻ്റെ സംസാരം ഞാൻ കേൾപ്പിച്ചാൽ എൻ്റെ അമ്മ ഒന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, പിന്നെ ഇവൻ്റെ ഡയലോഗ് അടി കൂടെ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അതെ, നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്തോ, എറർ ഗെയിമർ ലൈവ് വന്നെന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമുക്ക് ഫോർസയിൽ കുറച്ച് നേരം വണ്ടിയിൽ ഒട്ടിച്ച് കളിക്കാം. അപ്പോഴത്തേക്കും മിക്കവാറും ഡോളെണീറ്റ് വരും. ഡോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഡോളെണീറ്റ് വന്നു കഴിഞ്ഞാൽ ഡോളിൻ്റെ വക വല്ലതും കേൾക്കിയിരിക്കാം. പിന്നെ കുഴപ്പമില്ല, ഡോളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഡോളിൻ്റെ മമ്മി വാതിൽ തുറന്ന് വരാതിരുന്നതായിരുന്നു. ഫേസ് ക്യാം ഓണാക്കാൻ പറ്റില്ല, കാരണം ക്യാമറയിൽ ചിലപ്പോൾ ഓരോന്നെല്ലാം പിടിച്ച് അടിക്കണമെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് ട്രോളാക്കും. അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ വേറെ എവിടെയും കൊണ്ടുപോയിട്ടു, അത് വേണ്ട. ഇങ്ങനെ പഠിക്കാണ്ട് ഗെയിമും കളിച്ചിരുന്നു. ഞാൻ ഇപ്പം എണീറ്റതുള്ളൂടാ, കുറച്ച് നേരമായിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ രാവിലെ 10 മണിയാവുന്നുള്ളൂ. ഞാനൊരു 8:45 9 മണിയായപ്പോൾ എണീറ്റു. ക്ലാസ് 9:10. കുറച്ച് നേരം ക്ലാസ് ഇരുന്ന് പിന്നെ ബോറടിച്ച്. എന്നാൽ പിന്നെ കുറച്ച് നേരം ലൈവ് വരാമെന്ന് വിചാരിച്ചു. അവനോട് എടാ തെറിയെന്ന് പറയാൻ പറ്റില്ലടാ, തെറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാൻ ചെയ്യും. പുണ്ടച്ചി ഉല്ലാസ് കൊള്ളാം, എനിക്കറിയാം. ഓൺലൈൻ ക്ലാസ്സാണ് അത്. ഞാനിന്ന് പോയില്ല, ഇന്ന് കോളേജിൽ പോയില്ല. അടുത്ത ആഴ്ച കൊണ്ടേ ക്ലാസ്സുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ. അതിലെന്ത് പഠിച്ച് എന്ത് എഴുതാൻ അണ്ടി. പരീക്ഷ പൊട്ടും ഞാൻ എന്തായാലും. പൊട്ടാനുള്ള പരീക്ഷ എന്ന് തോന്നുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്ട്രീമിങ് തന്നെ ഉള്ളൂ. അപ്പം എല്ലാവരും അറിഞ്ഞ് സംഭാവന ചെയ്യുക ഗൈസ്. അതിപ്പോഴല്ല, ഞാൻ പൊട്ടിക്കഴിഞ്ഞാൽ പറയാം. ഇപ്പോഴത്തേക്ക് കുഴപ്പമില്ല. പഠിച്ച് പാസ്സായിട്ട് വേണം വലിയ ആളാവാൻ. ആരാ ഈ പറയുന്നത്? ആരാ ഈ പറയുന്നത്? വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, നീ തന്നെ ഇത് പറയണം കേട്ടോ. നീ തന്നെ ഇത് പറയണം ഓസ്കോ. എക്സാമിൻ്റെ ഡേറ്റ് അടുത്ത മാസം. 4 മിനിറ്റുള്ള യൂട്യൂബ് സ്ട്രീം കണ്ട് ഇവിടെ വരെ എത്തി. കിങ്കൂതി നീ അധികം ഡെയിലി അടിക്കണ്ട, നീ അല്ലെങ്കിൽ വരില്ല എന്ന് എനിക്കറിയാം. റയൻ എൻവി ഹലോ. ഞാനും പഠിക്കല്ലേ. അതെ, ഇതെന്താ പതിവില്ലാത്ത ശീലങ്ങൾ? അതെ, പതിവില്ലാത്ത ശീലങ്ങളാണല്ലോ ഇറക്കിയാണ് മൊത്തം. യൂട്യൂബ് അങ്ങ് ഇറങ്ങി ഏറ്റെടുക്കും. എടുക്കും. അയ്യോ, എനിക്കാണ് പേടിയാവും. ഓളെൻ്റെ മമ്മി വല്ലതും വാതിൽ തുറന്ന് വരുമോ? അതാണ് പേടി. വന്നു കഴിഞ്ഞാൽ നേരെ ഈ കമ്പ്യൂട്ടർ അങ്ങ് കാണും. സ്ക്രീനിൽ ഞാൻ ആ ഗെയിമും കളിക്കും. അയ്യോ, സീനായിരിക്കും ഗൈസ്, സീനായിരിക്കും, വല്ലാത്ത സീനായിരിക്കും. ഡോളിൻ്റെ മമ്മി വരുന്നതിനേക്കാളും സീനായിരിക്കും ഡോള് വാതിലും തുറന്ന് വന്നു കഴിഞ്ഞാൽ. ഡോളിപ്പോൾ കിടന്നുറങ്ങാം, അതുകൊണ്ട് ഇന്ന് ലീവാണ് ഡോൾ, അതുകൊണ്ട് വരില്ല എന്ന് വിചാരിക്കും.
ക്യാമറ ഓണാക്കിയാൽ അടി കിട്ടുന്നത് കാണാമായിരുന്നു. അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ആക്കുന്നത്. അടിയൊന്നും കിട്ടൂല. വെറുതെ വന്നിട്ട് കലബല എന്ന് പറഞ്ഞ് പറയുണ്ടോള്. എന്താണ് അവിടെ പരിപാടി എന്ന് ചോദിക്കും. ഞാനെന്തിനിങ്ങനെ വെറുതെ വണ്ടി ഓട്ടിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് റേസിങ്ങിൽ തീർക്കാം. ഈ ഗെയിമെങ്കിലും തീർന്നോട്ടെ. ക്യാമ്പയിൻ എവിടെ? ക്യാമ്പയിൻ എങ്ങനെ എടുക്കുന്നത്? വേൾഡ് ക്യാമ്പയിൻ എടുക്കുക. ക്യാമ്പയിൻ ഏതെങ്കിലും തീട്ടം കളിച്ചങ്ങ് തീർക്കാം. ഈ പന്ന ഗെയിമങ്ങ് തീർത്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ. ഇത് റെസ്റ്റോറൻറ്റ് എന്തെന്നാ ഈ റെസ്റ്റോറൻറ്റ്? എന്നാൽ പിന്നെ അവിടേക്ക് പോവാം. എന്തെന്നാ ഹൊറൈസൺ ഡൈക്കോക്കു സർക്യൂട്ട്. എന്നാൽ പിന്നെ അവിടേക്ക് തന്നെ പോവാം. അവിടേക്ക് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഫാസ്റ്റ് ട്രാവലിംഗ് ഇല്ല കേസ് അവിടെ. ഇത് സ്ഥിരം പരിപാടിയാണല്ലോ. അല്ലല്ല, ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ് കട്ട് ചെയ്യാറില്ല ഗൈസ്. ഞാൻ നോർമലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഇവിടെ ഇത്തിരി ഒച്ചത്തിൽ സൗണ്ട് ഓണാക്കി വയ്ക്കും സ്കൂളിൽ പോകാത്ത ദിവസം. എന്നിട്ട് റീല് കാണും. മനസ്സിലായി? ലൈവ് ഇട്ട് എന്തായാലും പിടിക്കും. നോർമലി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് എനിക്കെന്തോ റീല് കാണാനൊരു മൂഡില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ ലൈവ് വരാമെന്ന് വിചാരിച്ചു. ക്ലാസ് അവിടെ സൗണ്ട് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കും. അതാ പ്രശ്നം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അതെ അനിയൻ വരും. ഇല്ല അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാട്ടിലിപ്പോൾ എത്ര 1 മണി 2 മണി. അവൻ ജോലിക്ക് പോയതാ. അവൻ വന്നാലും കുഴപ്പമൊന്നുമില്ല. അവൻ വരുമൊന്നുമില്ല. അപ്പോൾ വന്നാലും പ്രശ്നമില്ല. എക്സാം ഞാൻ പൊട്ടുമെന്ന് എനിക്ക് തോന്നണം കഴിച്ച്. എന്തോ എൻ്റെ മനസ്സ് പറയും ഞാൻ ഈ പരീക്ഷ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താകും? അതാണ് എൻ്റെ ഒരു പേടി. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ പറ കേസ്, എന്ത് ചെയ്യും ഞാൻ? എങ്ങാനും ഞാൻ എക്സാമിന് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താക്കും ഞാൻ? അണ്ടറിന് വേണ്ടി ഹോയ് ഹോയ് പിന്നെ എഴുതണം. പിന്നെ എന്തെന്നായത്? പിന്നെ ഇരുന്ന് എഴുതാമെന്ന് സമയം തരുന്നില്ല. ഒരൊറ്റ ചാൻസും കൊണ്ട് തരും. ആ ചാൻസിൽ പാസ്സായില്ലെങ്കിൽ പോയി ഓമ്പിക്കോന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അക്ഷയ് PP ഹലോ. അല്ലാണ്ട് കുറേ ചാൻസൊന്നും തരുന്നില്ല. ഇവർക്ക് എന്നെ പാസ്സാക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പരീക്ഷ പാസ്സാവേണ്ടത് എൻ്റെ താല്പര്യം, എൻ്റെ ഇതുപോലെ ഇരിക്കും. മനസ്സിലായോ? അല്ലാണ്ട് 100% വിജയത്തിന് വേണ്ടിയിട്ട് കുനിഞ്ഞിരുന്ന് പരീക്ഷ പാസ്സാക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അറിഞ്ചം പറഞ്ഞ സ്ട്രീമിങ് അവിടെ സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉണ്ടമ്പൂരും കിട്ടൂലടാ. മനസ്സിലായോ? നാട്ടിലാണെങ്കിൽ പിന്നെയും പോട്ടെ നോക്കാം. എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് തട്ടിമുട്ടി പോയി. ഇവിടെ അതൊന്നും പരിപാടി നടക്കൂല. എക്സാം എങ്ങാനും പൊട്ടിയാൽ മിക്കവാറും ഡോള് ചന്തയിൽ ചട്ടുകം ചൂടാക്കി വെക്കും. മിക്കവാറും നമുക്കൊരു ബിസിനസ് തുടങ്ങാം. ലാപ്പിലാണോ സ്ട്രീം? അല്ല ബ്രോ, PC-ലാണ്. ലാപ്ടോപ്പിൽ ഞാൻ ക്ലാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് അറ്റൻഡൻസിന് വേണ്ടിയിട്ട്. ഡോള് ചേച്ചിൻ്റെ മോൻ വന്നാൽ 2 സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ ബോംബുകൾ നമ്മൾ ഗ്രാഫിക്സിൽ ആഡ് ചെയ്യും. 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ലൈവ് ഉണ്ട്. അതെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇല്ല, അറ്റൻഡൻസ് ഒന്നും മാൻഡേറ്ററി ഒന്നുമില്ല. ഞാൻ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വെറുതെ ഓണാക്കി വെക്കുന്നത്. ഇവിടെ അറ്റൻഡൻസും കിണ്ടിയൊന്നുമില്ല. നീ വേണമെങ്കിൽ വന്നാൽ മതി, വേണമെങ്കിൽ പഠിച്ചാൽ മതി, പഠിച്ചാലും വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഊമ്പിയാൽ നീയേ ഊമ്പുള്ളൂ എന്നുള്ള സ്കീമാണ്. മനസ്സിലായോ? ഉമ്മാർക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഓപ്പൺ ബുക്സ് ചില എക്സാം മാത്രമേ ഓപ്പൺ ബുക്കുള്ളൂ. എല്ലാം ഓപ്പൺ ബുക്കല്ല. ഇത് KT ആണെന്നാണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇത് KT അല്ല കേട്ടോ. എത്ര നേരമുണ്ട് ക്ലാസ്? ഒരു ഇന്ന് രാത്രി വരെ ക്ലാസ്സാണ്. 3 ഡോളണിറ്റ് ഇല്ല, ഡോളണിറ്റ് അല്ല. പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. പാസ് മാർക്കെങ്കിലും സെറ്റാക്കണം. പാസ്സാവുമെന്ന് അറിയില്ല. അപ്പോഴാണ് പാസ് മാർക്ക്. ഞാൻ മാസ്റ്റേഴ്സ് MSc ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നത്.
പഠിക്കുന്നൊന്നുമില്ല, ക്ലാസ്സിലിരിക്കുന്നു. MSc ഇലക്ട്രിക് എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ പോവാറ്. അങ്ങനെ പറയുന്നത് നല്ലത്. എനിക്കൊക്കെ 100% അറ്റൻഡൻസ് ഉണ്ട് പട്ടി യൂണിവേഴ്സിറ്റി. അല്ല, നിനക്കൊക്കെ എന്തിനാണ് 100% അറ്റൻഡൻസ്? നീ JEE എഴുതി പൊട്ടിയണല്ലേ? ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയാം, എനിക്ക് JEE കിട്ടാഞ്ഞത് ഞാൻ ജനറൽ ആയതുകൊണ്ടാണ്. എനിക്ക് 1 മാർക്കിനാണ് JEE മെയിൻസിൻ്റെ സെലക്ഷൻ പോയത്. 1 മാർക്കിന് 2 മാർക്കിനാന്തോ. ഞാൻ ജനറൽ ആയിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ വല്ല NITയിലും പഠിച്ചുകൊണ്ടിരുന്നതാണ്. അല്ല, പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല വേറെ വല്ല ജോലി കയറി തന്നെ വേറെ കാര്യം. ജർമ്മനോ? ഇത് ജർമ്മൻ. പേഴ്സൻറ്റേജ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പേഴ്സൻറ്റേജ് അല്ലടാ, മാർക്കല്ലേ. പാസ് മാർക്ക് എത്രയാണ്? 119 ആയിരുന്നു. 110 120 ആയിരുന്നു JEE മെയിൻസിൻ്റെ. ഔട്ട് ഓഫ് 300 360 എന്തോ. പക്ഷെ വേറെ കാര്യം, വെറുതെ ലിസ്റ്റിൽ കയറിയിട്ടൊന്നും കാര്യമില്ല. നല്ല NITയിലൊന്നും കയറാൻ പറ്റില്ല. NITയിലെ കുറേ എണ്ണം പൊട്ടന്മാർ. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ? ഫസ്റ്റ് ടൈം സീയിങ് ഇറങ്ങിയപ്പോൾ ലൈക്ക് ദിസ്. അതെ, എന്തെല്ലാം കാണും, എന്തെല്ലാം ഉണ്ടെന്നറിയാം ഗൈസ്. എന്തെല്ലാം പറയാനുണ്ട്. ഒന്നും പറയാനുള്ള അവസരം എനിക്ക് കിട്ടുന്നില്ല, അതാ പ്രശ്നം. എന്താ അറിയില്ല, എനിക്ക് എക്സാം ഭയങ്കര പേടി. ഞാനിപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗൈസ്, പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിണീക്കും. ഈ പരീക്ഷ പൊട്ടില്ല ദൈവമേനെ ഓർത്തിട്ട്. ആ ഞെട്ടിണീക്കൽ എനിക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മാതിരി. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിണീക്കും പരീക്ഷ പൊട്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ട്രോമയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിണിട്ടിട്ട് ഞാൻ ആലോചിക്കും, എന്ത് എക്സാം, ഞാൻ പഠിക്കാനൊന്നും പോകണില്ലല്ലോ, ഞാനിപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ വെറുതെ പെണ്ണും കെട്ടി സൂയിക്കില്ലേ എന്നുള്ളത് ആലോചിക്കും. പിന്നെയാണ് ആലോചിക്കണം, അയ്യോ മയില്, ഞാൻ മാസ്റ്റേഴ്സിന് കയറിയിട്ടുണ്ടല്ലോ. ഇത് നേരത്താണോ ഈ അണ്ടിക്കെല്ലാം പോയി ചേരാൻ തുടങ്ങി. കുറേ പൈസയും പോയി, മനസ്സമാധാനം കളയുന്നു. വെറുതെ മാസ്റ്റേഴ്സൊന്നും പഠിക്കാൻ പോകേണ്ടിയിരുന്നില്ല, വല്ല ജോലിക്കും കയറിയായിരുന്നു. ഇത് നേരത്താണോ ഞാൻ ആലോചിക്കുന്നതിലല്ലോ. ഭയങ്കര ടഫാണ്. എടാ പഠിക്കണടാ, പഠിക്കാൻ എനിക്ക് വയ്യ. കുത്തിയിരുന്ന് പഠിക്കാനൊന്നും വയ്യ. വേറെ പണിയില്ല, പിന്നെ പഠിച്ചോണ്ട് നടന്നാൽ മതി. ഗെയിം കളിക്കണ്ടേ നമുക്ക്? നിങ്ങളെന്നാ പറ, ഗെയിം കളിക്കണ്ടേ? ഞാനധികം ഒച്ചയിൽ സംസാരിക്കാത്തത് വീട്ടുകാർ ചിലപ്പോൾ ഒന്ന് പിടിക്കും. എടാ, ഞാൻ ലൈവുള്ള കാര്യം ഗ്രൂപ്പിലൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഞാൻ ഗ്രൂപ്പിലേക്കൊന്നും പറഞ്ഞിട്ടില്ല. എല്ലായിടത്തുമൊക്കെ ഇത് ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്ക്. യൂട്യൂബിലിട്ടാൽ പിടിക്കും എന്നുള്ളതുകൊണ്ടാണ് കിക്കിലിടുന്നത്. കിക്കിൽ വന്ന് പിടിക്കല്ലേ. ഇതെന്ത് നീട്ട് ലെഫ്റ്റ് ഇട്ട് കണ്ടായിട്ട് ഈ സ്ഥലത്ത് ഇങ്ങോട്ട് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പൊളച്ചോട്ടെ. എവിടെ നിന്ന് ആക്ഷൻ പഠിച്ചണോ? അവിടെ ഞാൻ ശരിക്കും ക്ലാസ്സിലാടാ. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സോൾവിങ് ദി ബെൽമാൻ ഇക്വേഷൻ. വേണേൽ ഗൂഗിളിൽ നോക്കിയോ, ബെൽമാൻ ഇക്വേഷൻ ഫോർ MRP. അതാണിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മെഷീൻ ലേണിംഗ് അറിയെങ്കിൽ അതിനകത്തത്തെ റീഇൻഫോഴ്സ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ സാധനം അതാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് MRP മല്ലൂർ റോൾ പ്ലേ അല്ല. അതാണിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞെന്തോ പഠിപ്പിക്കുന്നുണ്ട്. എന്തോ വണ്ടിയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ ഈ മെഷീൻ ലേണിംഗ് ഒക്കെ പഠിക്കുന്നത്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ഞാൻ എന്തിനാ ഈ മെഷീൻ ലേണിംഗ് പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ എന്താ ആവശ്യമുണ്ട് ഇതെല്ലാം പഠിക്കണ്ടേ? എന്തിനാ എന്നെ ഇതെല്ലാം പഠിപ്പിക്കും? ഒരു ഐഡിയ ഇല്ല. ഇതേതാ സൂപ്പറേ? ഇതേതാ വണ്ടി? ഏതോ ലാപ്പാണല്ലോ, ലാപ്പ് റൈസിങ്.
ഇറ്റലിക്കാരൻ്റെ സൗണ്ട് കേൾപ്പിക്കും. അപ്പോൾ ഇറ്റലിക്കാരനാണോ അറിയില്ല. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കാം. പൊട്ടുമല്ലോ അത് തന്നെ. പരീക്ഷ എന്തായാലും പൊട്ടും. ഈ റേസിൻ്റെ ആയിരുന്നു. അല്ല മീൻസ് നിങ്ങൾക്ക് ഈ രാവിലെ പണിയൊന്നുമില്ലേ? നിങ്ങളെന്താ വർക്ക് ഫ്രം ഹോം ആണോ നിങ്ങളെല്ലാവരും? അതോ വീട്ടിൽ വേറെ പരിപാടികളൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കണം? അത് ഇറക്കിയമുള്ള ലൈവ് എല്ലാം മാറ്റി വെച്ച് വരുന്ന ആൾക്കാരാണ്. വാവ്, ഡൈ ഹാർഡ് ഫാൻസാണോ നിങ്ങൾ? ഇത് ലീവാണ്, വെക്കേഷൻ അല്ലേ? വെക്കേഷൻ ബ്രോ എത്ര പഠിക്കണേ? 8ാം ക്ലാസ്സിലാണ്. ലാപ്പുണ്ട്, അതാണ് പ്രശ്നം. ഇറങ്ങിയവർ കിടലും കളിയില്ല. ഡിഗ്രി സെക്കൻഡ് ഇയറിനൊക്കെ ഇപ്പോൾ എന്ത് വെക്കേഷൻ? ഈ സമയത്താണോ വെക്കേഷൻ? ബസ്സിലാണ് പടം കണ്ടിട്ട് വരുന്നത്. ഇപ്പോൾ എഴുന്നേറ്റുള്ള എക്സാം ബ്രേക്കാണ്. വെക്കേഷനാണ്, സെം ബ്രേക്ക്. ഓക്കെ ഓക്കെ. മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. മിക്കവാറും ഇപ്പോൾ ആരെങ്കിലും അത് പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ തട്ടുമുട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ ഓൾട്ടപ്പർ അടിക്കും കേട്ടോ. സൗണ്ട് ഉണ്ടോ? ഞാൻ ക്ലാസ്സിലാണ്. അധികം സൗണ്ടൊക്കെ സംസാരിക്കാൻ പറ്റില്ല. ഗൈസ്, ആരെങ്കിലും ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഡെയിലി ജോലിക്ക് പോയാൽ ബോറടിക്കുക, അതുകൊണ്ട് ലീവാക്കാം. ഗുഡ് ബ്രോ. ഡെയിലി ലീവാക്കാം, അപ്പോൾ വീട്ടിലിരിക്കാം. ഇറങ്ങിയ അവർ ജയിച്ച്, ഈസി ആയിട്ട് ജയിച്ച്. കണ്ട നിങ്ങളെ കണ്ട അത്രേ ഉള്ളൂ. എല്ലാം കളികളെ ഇറങ്ങിയവരല്ലെങ്കിൽ എററിൻ്റെ ലൈവ് ചെയ്ത മദാമയൊക്കെ വന്നു. അതൊക്കെ വരും. സ്വൈപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മദാമയും ഓരോന്നെല്ലാം വരും. ജൂണിൽ എനിക്ക് സെം എക്സാമാണ്. സെയിം ഫിയർ ആസ് യു. ഹിന്ദിയാണ് എനിക്ക് സീനോ. ഹിന്ദിയിലും എന്താ നീ പഠിക്കുന്നത്? നീ എന്ത് എക്സാമാണ് നീ പഠിക്കുന്നത്? ഗെയിമർ റേസ് ജയിച്ചു. എക്സാമിൽ അറിയില്ലടാ. ഫേസ് ക്യാം ഒന്നും ഇല്ല ബ്രോ. ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ഇടയിൽ ഞാൻ ലൈവ് ഇടുന്നതേ വലിയ കാര്യം. അപ്പോഴാണ് ഫേസ് ക്യാം. ഗെയിമർ ഫേസ് ക്യാം ഉപേക്ഷിക്കാൻ പോവാം. ഇനി ഫേസ് ക്യാം ഇല്ല. ഇനി ക്യാമറ ഇല്ലാണ്ട് ലൈവ് വരാൻ പറ്റാറില്ല. അതാണ് ഈസി. അതാകുമ്പോൾ എങ്ങനെ ഇരുന്ന് വേണമെങ്കിലും ലൈവ് ഇടാം. എങ്ങനെയുണ്ട്? ഐഡിയ നൈറ്റ് ലൈവ് ഉണ്ടാവില്ല. ഞാൻ ഈ ഒരു ലൈവ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, നോക്കട്ടെ. രാത്രി വേറെ ലൈവ് ഒന്നും ഉണ്ടാവില്ല. ക്ലാസ് ഉണ്ട്. എനിക്ക് ബുധനാഴ്ച ഫുൾ ഡേ ക്ലാസ്സാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ക്ലാസ്സാണ്. 3 സബ്ജക്റ്റ് ഉണ്ട്. ഇടയിലൊരു 1-2 മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്കുള്ള സമയത്ത് ഞാൻ ഇവിടെ എന്തെങ്കിലും പരിപാടികളുണ്ട് അത് ചെയ്യും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പരിപാടി. മനസ്സിലായില്ല? എനിക്ക് ഫ്രഞ്ച്. നീ എന്ത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്?
സെക്കൻഡ് സിനിമ ഒരു ലാംഗ്വേജ് പേപ്പറൊക്കെ ഉണ്ട്. അത് എന്തിനാണ് പഠിക്കുന്നത്? ഫ്രഞ്ച് പഠിച്ച ഫ്രഞ്ച് കേസ് കിട്ടും? ഇല്ല. ഒരുമാതിരി കോഴിക്കോട് പോയാൽ കുണ്ടറടി കിട്ടുമെന്ന് ചോദിച്ചാൽ പറയുന്നത്. ബൈ സൗണ്ട് എവിടെയാണ്? എടി ഒരു സൗണ്ട് കേൾക്കുന്നില്ല. എൻ്റെ ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തത്തിൽ സംസാരിക്കാം. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആർക്കും സംശയം തോന്നില്ല. ഓക്കെ, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ? ഇൻ്റഗ്രേറ്റഡ് MCA BCA + MCA ഇത് ഇക്വേഷനാണ്. അതെ, ബാറ്റ്മാൻ്റെ പുതിയൊരു ഗെയിം ഇറങ്ങിയിട്ടുള്ള ഒരു കിടില ഗെയിം, ലെഗോ ബാറ്റ്മാൻ. എനിക്ക് അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എനിക്കത് കളിക്കണമെന്നുണ്ട്. ഡെസ്റ്റിനേഷൻ. അപ്പം ഈ സാധനം അടിച്ചിട്ട് പോവാം. ബാഡായി ബ്രോ, ബാഡായി. എന്ത് ചെയ്യാനാ? ഗെയിമർ പണ്ടേ ഒരു ബാഡിയാണെന്നല്ലേ പറയാം. എല്ലാവരും ഷെയർ ചെയ്യുക ഗൈസ്. ഗ്രൂപ്പിലേക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് ഇറക്കിയപ്പോൾ ലൈവ് എന്നാരും പറ കേട്ടോ. ഫോർസ ഹൊറൈസൺ 6 കൊള്ളാം. ഇത് നമുക്കധികം ശബ്ദം ഉണ്ടാക്കാതെ പോയിട്ട് റേസ് ജയിച്ചിട്ട് വരാം. റേസ് നോക്കാമല്ലോ. ഇപ്പോൾ ഇതിൽ ചാറ്റ് ഇടണം. ഷെയറാണ്. ഇല്ല നമ്മൾ കിടന്നുറങ്ങാം. നമ്മൾ ചാറ്റൊന്നുമില്ല, അടിക്കണ്ട. നല്ല ഉറക്കാം. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഫോണും നോക്കൊന്നുമില്ല. നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞാൽ ഫോണൊക്കെ കയ്യിലെടുക്കുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട, സേഫാണ്. ഞാനാണ് കിടക്കുമ്പോൾ തന്നെ ഫോൺ കയ്യിലെടുക്കും. അതുകൊണ്ട് നമ്മളെടുക്കും. സാധാരണഗതിയിൽ എടുക്കാറില്ല. ഇനിയിപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറിയണം. ലല്ലു ആയടാ.